ഇപ്പോൾ പ്രത്യേകിച്ച് പാലക്കാടുള്ള പ്രിയപ്പെട്ട ജനങ്ങൾ എല്ലാവർക്കും നമസ്കാരം. തൃപ്പൂണിത്തുറയിൽ വന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് താമസിക്കുന്നു. ബാബുച്ചേട്ടൻ്റെ മണ്ഡലത്തിലാണ്. ബാബുച്ചേട്ടൻ്റെ വീട് ഇവിടെ തൊട്ടെടുക്കുകയാണ്. അയൽവക്കംകാരൻ കൂടെ ആയിട്ടാണ് ബാബുച്ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതെൻ്റെ ജന്മനാടായ, ഞാൻ പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. എൻ്റെ അമ്മയുടെ നാട് കുഴൽമന്നത്താണ്. പിന്നീട് വന്ന് അച്ഛന് വെള്ളൂർ പേപ്പർ കമ്പനിയിൽ ജോലിയായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അതിനു മുമ്പ് അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സ് നിന്ന് റിട്ടയറായിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ ജോലി സംബന്ധമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നാട്ടിലേക്ക് തെരഞ്ഞെടുപ്പാർത്ഥം പോവുകയാണ്. എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പ്രോത്സാഹനവും എല്ലാം പ്രതീക്ഷിക്കുന്നു. ഇനി ചോദിക്കാം അല്ലേ? അല്ല, ഞാൻ ഇതിനു മുമ്പ് ഉള്ള ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോഴും എല്ലാം എൻ്റെ പേരുകൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ തെരഞ്ഞെടുപ്പിനും പല സ്ഥലങ്ങളിലായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലം എൻ്റെ കംഫേർട്ടിനനുസരിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് നിൽക്കുക എന്നുള്ള കാര്യം തന്നെ വളരെ ശക്തമായി ആലോചിച്ചിരുന്നില്ല. ഞാൻ കഴിഞ്ഞ തവണ പേര് വന്നപ്പോഴും പറഞ്ഞത് എന്നെ നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും പരാതികളുള്ള ആളല്ല ഞാനെന്നും അതൊരു പ്രശ്നമല്ല എന്നുമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പാലക്കാടാണ് പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് ഇരു കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ എൻ്റെ കംഫർട്ടുകൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കേണ്ടുന്നതായ ഒരു കാര്യമാണ്. വിവാദങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട എല്ലാ കാലങ്ങളിലും എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അതവിടെ ചെന്ന് അവിടുത്തെ ജനങ്ങളുമായിട്ട് നേരിട്ട് കൺവേ ചെയ്യുക എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ല, പ്രചരണം കൂടുതൽ ജനങ്ങളെ കാണുക, പരിചയപ്പെടുക, നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും. പ്രചരണത്തിന് അങ്ങനെ പ്രത്യേക തന്ത്രങ്ങളൊന്നും പ്രയോഗിക്കുന്നതിനായിട്ടുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. ജനങ്ങൾക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്കിനി വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. ഞാൻ ഇന്ന ആളാണ് എന്ന് അവിടെയുള്ളവരോ മറ്റൊരു മലയാളിയോട് പോയി പറയേണ്ട ആവശ്യകതയില്ല എന്നുള്ളതാണ് എനിക്ക് ഒരു ഉപകാരമായി മാറുമെന്ന് വിചാരിക്കുന്ന കാര്യം. അപ്പോൾ ചെല്ലുക, എല്ലാവരോടും ആത്മാർത്ഥമായി വോട്ട് അന്വേഷിക്കുക. എനിക്ക് മുൻപ് ഇരുന്ന MLA മാർ അത് ഷാഫി ഒരു വലിയ കാലഘട്ടം അവിടെ ഗംഭീരമായി നോക്കി നടത്തുകയും അവിടെ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് വന്ന രാഹുലും ആ മേഖലയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കൊണ്ടുവന്ന നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങളുടെ തുടർച്ച ഏറ്റവും ഭംഗിയായിട്ടുണ്ടാക്കുക, കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഒരു പരിധിവരെ പാലക്കാടുള്ള ജനങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനുമായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പിന്തുണച്ചു എന്ന് പറയുന്നത് വന്നൊരു ഹെഡിങ് മാത്രമാണ്. ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ രാഹുലിന് പ്രചരണത്തിന് പോയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് MLA സ്ഥാനം ഒരു കേസ് തെളിയുന്നത് വരെ, അന്ന് എന്നോട് ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പരാതിയില്ല പോലീസിൽ. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്തയിലും വന്ന ആരോപണങ്ങൾ മാത്രം നിൽക്കുന്നൊരു സമയത്താണ് ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയത് ഈ ചോദ്യം ഉണ്ടാകുകയും ചെയ്യുന്നത്. അന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു പരാതി വന്ന, അതായത് ആരോപണം വന്ന, പോലീസിൽ പരാതി ഇല്ലാത്ത സമയത്ത് തന്നെ പാർട്ടി അദ്ദേഹത്തിനെതിരെ പൂർണ്ണമായും പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൽ നമുക്ക് അഭിപ്രായമില്ല എന്നുള്ള കാര്യത്തിൽ പറഞ്ഞത് പിന്തുണ എന്നുള്ള വാക്ക് വെച്ച് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് കാര്യത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി, പാലക്കാടിലെ ഇപ്പോഴത്തെ MLA, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ, പോലീസിലുള്ള പരാതികൾ, അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കോടതിയിലിരിക്കുകയാണ്. കോടതി അതിനെക്കുറിച്ച് അന്വേഷിക്കും. അദ്ദേഹം തെറ്റുകാരനാണ് അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിധി വരും. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യവും അദ്ദേഹം അതിൻ്റെ വിധി അനുകൂലമായാലും പ്രതികൂലമായാലും അദ്ദേഹം അനുഭവിക്കുക എന്നുള്ളൂ. എന്നാൽ അവിടെ എല്ലാ പഞ്ചായത്തിലും ഒരു ഓഡിറ്റോറിയങ്ങൾ ഉണ്ടാകാനുള്ളൊരു പദ്ധതി കൊണ്ടുവന്നു. 1.5 വർഷം കൊണ്ട് ഏകദേശം 13 വീടുകൾ രാഹുൽ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ബാക്കി ഒരു 8-10 വീടുകളുടെ പദ്ധതി പകുതിക്ക് നിൽക്കുകയാണ്. ആ പദ്ധതികളിൽ ഞാൻ പിന്താങ്ങുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇതിനെതിരാണെന്ന് പറഞ്ഞ് മാറാൻ പറ്റില്ല. അതിൻ്റെ നല്ല കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ
എല്ലാ സ്ഥലങ്ങളിലും നല്ലതും ചീത്തയും ഉണ്ടല്ലോ. അതിൽ നല്ലത് എന്തെല്ലാം ഉണ്ടോ ആ നല്ലതെല്ലാം ഏറ്റെടുക്കുകയും ആ നല്ല കാര്യങ്ങളെല്ലാം പിന്തുണയ്ക്കുകയും മുന്നിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.